ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ശനിയാഴ്ച വലിയ കുഴപ്പമില്ലാത്ത ശനിയാഴ്ചയായിരുന്നു. പക്ഷേ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ സത്യത്തിൽ ഇന്നത്തെ ദിവസം കഴിഞ്ഞിട്ടില്ല കേട്ടോ. കാരണം ഡിവൈനും ഡോണും തോമും മാപ്രാണം പെരുന്നാൾക്ക് പോയേക്കാം, അവർ തിരിച്ച് വന്നിട്ടില്ല. പക്ഷേ ഞാൻ നോക്കിയപ്പോൾ സമയം 10:30ആയി. ഇനി കുറേ ലേറ്റായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇരുന്നിരുന്ന് ബോറടിച്ചു തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതങ്ങോട്ട് ക്ലോസ് ചെയ്ത് ഇതിൻ്റെ പരിപാടി കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ വരുമ്പോൾ എനിക്ക് നേരെ കുളിച്ച് കിടന്നുറങ്ങല്ലേ വേണ്ടൂ എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ പതിയുമ്പടി രാവിലെ നമ്മുടെ ശനിയാഴ്ച ഇതിൻ്റെ ഒരു ചെറിയ തിരക്ക് കുറവുണ്ട് കേട്ടോ. അപ്പോൾ അല്ലാത്ത ദിവസമാണ് സ്കൂളിലെ ബഹളവും ഭാവൻസിലേക്കുള്ളതും എല്ലാ സ്കൂളിൻ്റെയും ബസ്സുകളും പിന്നെ കുട്ടികളെ കൊണ്ടാക്കലൊക്കെ ഇതിൻ്റെ മുമ്പിൽ കൂടി ആയ കാരണം ഭയങ്കര തിരക്കാവുക. പക്ഷേ ഇന്ന് സാറ്റർഡേ ആയ കാരണം ഒരു ചെറിയൊരു കുറവുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ എണീറ്റ വഴിക്ക് ഇന്ന് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഫുള്ള് വാഷിംഗ് മെഷീൻ ഇന്നലെ ശരിയായല്ലോ. അപ്പോൾ ഒരു ട്രിപ്പ് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് സെക്കൻഡ് ട്രിപ്പ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ബെഡ്ഷീറ്റും കാര്യങ്ങളും ഒക്കെ എടുത്തു. അപ്പോഴേക്കും നമ്മുടെ ചാക്കോച്ചൻ അപ്പാപ്പൻ്റെ കൂടെ വന്നു. ഇപ്പോൾ ചാക്കോച്ചൻ ഫുൾ ടൈം നമ്മുടെ അപ്പാപ്പൻ്റെ കൂടെ കേട്ടോ. അപ്പോൾ ഇവിടെ ഡിമ്പിളുടെ റൂമാണ്. അപ്പോൾ അവന് സേഫായിട്ട് കിടന്ന് കളിക്കാൻ പറ്റിയൊരു സ്ഥലം. തൊട്ടിൽ മുകളിലേക്ക് കയറ്റി. കാരണം എന്താണെന്ന് വെച്ചാൽ അത് താഴ്ത്ത് ഇരിക്കുമ്പോൾ തോമൂന് പതുക്കെ ഒന്ന് ആട്ടാനും എടുക്കാനൊക്കെ തോന്നുന്നു. അതിൻ്റെ ആ ഓപ്പറേഷൻ അവനറിയാം. അപ്പോൾ അത് സ്പീഡിലൊക്കെ ആട്ടി തുടങ്ങി. അപ്പോൾ ഞാനത് സേഫായിട്ട് മുകളിൽ വെച്ചോളാൻ പറഞ്ഞു. ഇവനെ സംബന്ധിച്ച് ഇതവന് ഇഷ്ടമാണ്, ഇവിടെ ഇങ്ങനെ കിടന്ന് കളിക്കാനും. അപ്പോൾ ഞാനിപ്പോൾ പാട്ട് വെച്ച് കൊടുത്തിട്ട് അവിടെ കിടത്തി കഴിഞ്ഞാൽ കുറേ നേരം കിടന്ന് കളിക്കും, ചിരിക്കും ഒക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ തോമു എണീറ്റുണ്ടായിരുന്നില്ല. അപ്പനും മോനും കൂടിയിട്ടാണ് എണീറ്റ് വന്നത്. അപ്പോൾ കൂടെ ഇരുന്നിട്ട് വർത്താനവും കളിയും ചിരിയൊക്കെയാണ്. അപ്പോൾ ഡോണിനെ സംബന്ധിച്ച് കുട്ടികളെ നോക്കാമെന്ന് പറഞ്ഞാൽ കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. അത് ഈ കുട്ടികളെന്നല്ല, കുഞ്ഞിലെ തൊട്ട് അവന് കുട്ടികളോട് ഒരു പ്രത്യേക ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചാക്കോച്ചന് അപ്പയുടെ മുഖം കണ്ട അപ്പ ചിരിയും വർത്താനവും തുടങ്ങും. തോമു അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. തോമു ഇപ്പോഴും അപ്പഡോണാണ്. ഇപ്പോൾ പിന്നെ അപ്പഡോൺ മാറി അപ്പ, ചിലപ്പോൾ ഇപ്പോൾ പപ്പ എന്നൊക്കെ വിളിച്ചു തുടങ്ങി. അവൻ ഈ മറ്റേ വീഡിയോസൊക്കെ കാണുമ്പോൾ അതിൽ പപ്പാന്നാണ് വിളിക്കണേ. എത്ര ഏതോ ഒരു ക്യാരക്ടറിൻ്റെ പേര് പറഞ്ഞു. അപ്പം അതുകൊണ്ട് ഇപ്പോൾ പപ്പ എന്ന് വിളിച്ചിട്ട് പിന്നാലെ നടക്കണേ. അപ്പോൾ ഇവനെങ്ങനെയാണെന്ന് വെച്ചാൽ ചാക്കോച്ചനെ എങ്ങനെയാണെന്ന് വെച്ചാൽ അപ്പാപ്പനെ എവിടേക്കൊക്കെ പോകണം അവിടേക്കൊക്കെ തലതിരിച്ച് നോക്കല പണി. അപ്പാപ്പ എടുത്തില്ലെങ്കിൽ ഇതുപോലെ സഹതാപത്തിലുള്ളൊരു നോട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഡാഡിയുടെ തൊട്ടടുത്ത് നിന്നിട്ട് വീഡിയോ എടുക്കണതാണ്. പക്ഷേ കാണുമ്പോൾ എൻ്റെ ക്യാമറയിലേക്ക് നോക്കണ പോലെയാണ് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ഫുൾ ടൈം ഈ ചിരിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അവനിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ശരിക്കും ഞങ്ങൾ ഒരു 56 കഴിഞ്ഞപ്പോൾ തൊട്ട് ഞങ്ങളൊന്ന് പേടിച്ചതാണ്. 2 പ്രാവശ്യം അടുപ്പിച്ച് ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ഇനി വേറെ വല്ല പ്രശ്നം വരുമോ എന്നുള്ളത്. അപ്പോൾ ന്യൂമോണിയയുടെ ഇഞ്ചക്ഷൻ എടുക്കാതെ പറഞ്ഞപ്പോൾ 6 മാസം ആവണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇപ്പോൾ വേറെ ഒരു പ്രശ്നമൊന്നുമില്ല. അവൻ ഹെൽത്തി ആയിട്ട് നല്ല മിടുക്കനായിട്ട് ഇരിക്കണം കേട്ടോ. അപ്പോൾ തോമുദ ആ ഗ്യാപ്പിൽ പുറത്ത് ഇറങ്ങി കളിക്കുകയാണ്. അങ്ങനെ ഡിവൈൻ 2 പേരെയും കൊണ്ട് മുകളിലേക്ക് കയറിപ്പോയി. അപ്പോൾ ഞാൻ ഇന്ന് ഉച്ചയിലത്തേക്കുള്ള കാര്യങ്ങൾ നോക്കാനായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ബീഫ് ഇന്ന് റോസ്റ്റ് ചെയ്യണം. അപ്പോൾ എൻ്റെ ബീഫ് റോസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ എളുപ്പപ്പണിയാണ് കേട്ടോ. നമ്മൾ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി, ഉപ്പ് ഇട്ടിട്ട് ബീഫ് നന്നായി വേവിച്ച് അവിടെ മാറ്റി വയ്ക്കും. അപ്പോൾ കട്ട്ലേറ്റിലേക്ക് വേണമെങ്കിൽ അതിൽ നിന്ന് 4 കഷ്ണം ഊറ്റിയെടുത്ത് കഴിഞ്ഞാൽ അതെടുത്തിട്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ വേവിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യണ പണി സൂത്രപ്പണിയാണ് കേട്ടോ, എളുപ്പപ്പണിയാണ്. ഞാൻ ചെയ്യണ പണി ഇഞ്ചി, വേപ്പില, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയിട്ട് വഴന്ന് വരുമ്പോൾ ഒരു ചെറിയ തക്കാളി അതിലിടും. ഇട്ട് നല്ലോണം വഴന്ന് വരുമ്പോൾ ഈ കറി നേരെ അങ്ങോട്ട് ഒഴിക്കും. അപ്പോൾ ഇന്ന് ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ചാറടക്കാണ് ഒഴിച്ചത്. ചാറുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഞാൻ കഷ്ണമിട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചാൽ പിന്നീടാണ് ആലോചിച്ചപ്പോൾ ഞങ്ങൾ 3 പേരും മാത്രം ഉച്ചയിലത്തേക്കുള്ളൂ. അപ്പോൾ ഞാൻ നിങ്ങൾക്കറിയാമല്ലോ ഞാൻ പാട്ട് വെച്ചിട്ടാണ് കേട്ടോ എൻ്റെ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഇന്ന് ഞാൻ ഐഡിയ സ്റ്റാർ സിംഗറാണ് വെച്ചത്. അയ്യോ നല്ല സിംഗേഴ്സും നല്ല രസമായിട്ട് പണിയെടുക്കണത് അറിയേയില്ല. അപ്പം അങ്ങനെ ഇറച്ചിങ്ങ വശത്ത് വറ്റിക്കണോട് കൂടിയിട്ട് അപ്പുറത്ത് ഞാൻ നമ്മുടെ മുതിര വേവിക്കുക കേട്ടോ. അപ്പോൾ ഈ ഇറച്ചിയുടെ ചാറ് ഞാനെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ചെറിയൊരു പാത്രത്തിൽ, നിങ്ങൾ കണ്ടില്ലേ അവിടെ കുഞ്ഞു പാത്രത്തിൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ അവസാനിപ്പിച്ചെടുക്കുകയാണ്. നല്ലോണം റോസ്റ്റ് ചെയ്തെടുത്തു. നമ്മുടെ മല്ലിയില ഇട്ടിട്ട് നമ്മളെടുത്തു കേട്ടോ. അപ്പോൾ ഇനി ഒന്ന് വറ്റി കുറുകി കഴിഞ്ഞ് വല്ലാണ്ട് കുറുകണ്ട, ഫ്രൈ പോലെ ആവണ്ട, ശരിക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് മുതിര വേവിക്കട്ടു. അവിടെ ആ കുഞ്ഞു പാത്രത്തിലാണ് ഞാൻ ഇതിൻ്റെ ഗ്രേവി മാറ്റി വെച്ചിട്ടുള്ളത്, കുറച്ച് ചാറ്. ഇത് ഇന്നലത്തെ ചോറ് നിങ്ങൾ കണ്ടതല്ലേ. ഇന്നലെ ഉച്ചയ്ക്ക് ഞാനും ഡാഡിയും പുട്ടും പഴവും ഒക്കെ എടുത്ത് അവസാനിപ്പിച്ച് ചോറ് തൊട്ടിട്ടുണ്ടായിരുന്നില്ല.
അപ്പോൾ ഞാൻ ആ ചോറ് എടുത്തിട്ട് നേരെ കൊണ്ടുവന്ന് വെച്ചിട്ട് കുറേ പേർക്ക് അറിയില്ല ചോറ് തിളപ്പിച്ചിട്ട് എങ്ങനെയാണെന്ന്. ചിലവർ തിളപ്പിച്ചിട്ടുമ്പോൾ പൊട്ട ഒരു മണം ഉണ്ടാവും ചോറിന്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവർക്കും കൂടിയുള്ള മറുപടിയാണ് കേട്ടോ. നിങ്ങൾ ചെയ്യേണ്ടത് നല്ലോണം വെള്ളം എടുക്കുക, നമ്മുടെ ചോറിൻ്റെ ഇരട്ടി വെള്ളം എടുക്കുക. വെള്ളം എടുത്തിട്ട് അത് ഉപ്പിട്ടിട്ട് വെട്ടി തിളപ്പിക്കുക. ആ നല്ലോണം തിളയ്ക്കണ നേരത്ത് മാത്രം ഈ പഴയ ചോറ് കഴുകിയിട്ട് അതിലിടാം. നല്ലോണം കഴുകിയില്ലെങ്കിലും കുഴപ്പമില്ല, കഴുകിയിട്ട് ഈ വെട്ടി തിളയ്ക്കണ വെള്ളത്തിലേക്ക് ഇടാം. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ പെട്ടെന്ന് തിളയ്ക്കുകയും ചെയ്യുക. അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ വെള്ളത്തിൽ കിടന്ന് ഇങ്ങനെ തിളയ്ക്കുമ്പോൾ ഒരു പൊട്ട മണം വരും. ഇതാകുമ്പോൾ ഫ്രഷ് ചോറായിട്ട് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിട്ടോ. അതായത് ഉപ്പിട്ട് വെള്ളം തിളയ്ക്കണേലേക്ക് വേണം ഈ ചോറ് കഴുകിയത് ഇടാനായിട്ട്. അപ്പോൾ പെട്ടെന്ന് തിളയ്ക്കുകയും ചെയ്യും, പെട്ടെന്ന് ഊറ്റിയെടുക്കുകയും ചെയ്യുക. അങ്ങനെ ഇറച്ചിക്കറി വെച്ചു, മുതിര ഉപ്പേരി കാച്ചി, പിന്നെ നമ്മുടെ മോരുകറി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും ഒരു സാലഡും കൂടി കൂട്ടിയിട്ട് ഞങ്ങളുടെ ഉച്ചയിലത്തെ ഫുഡ് അങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞു. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഡിവൈൻ ആദ്യം വന്ന് കഴിച്ചിട്ട് പോയി, പിന്നാലെ ഞങ്ങൾ വന്ന് കഴിച്ചു. അങ്ങനെയാണ് ഇപ്പം അങ്ങനെ പറ്റണുള്ളൂ. കാരണം ചാക്കോച്ചനെ അല്ലെങ്കിൽ തോമു പുറത്തേക്ക് ഓടും. അങ്ങനെ ഭക്ഷണത്തിൻ്റെ ബാക്കി ഒക്കെ ഞാൻ എടുത്ത് വെച്ചു. അതിൽ ഇറച്ചി കുറച്ചുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് രാത്രി എടുക്കാമെന്നുള്ള ധാരണയിലാണ് കേട്ടോ ഞാനതൊക്കെ വെച്ചത്. പക്ഷേ രാത്രി ഒന്നും വേണ്ടി വന്നില്ല. അതെന്താ ചെയ്തതെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അത് കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ സെറ്റാക്കി വെച്ച് വരുമ്പോഴേക്കും നമ്മളുടെ കേബിളിൻ്റെ ആൾക്കാർ, കേബിളല്ല വൈഫൈയുടെ ആൾക്കാർ വന്നു. അതായത് മുകളിൽ എക്സ്ട്രാ ഒരു വൈഫൈ വെക്കണം. അപ്പോൾ മുകളിലിപ്പോൾ റേഞ്ച് കുറവാണ്, താഴെയാകുമ്പോൾ മുകളിലേക്ക് കിട്ടണില്ല. അപ്പോൾ ടി വി വയ്ക്കാനായാലും മറ്റേ മൊബൈൽ യൂസ് ചെയ്യാനായാലും ഒക്കെ അത് നല്ലതല്ലേ. അപ്പോൾ അവർ വന്നതാണ് ഈ വണ്ടി കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ സത്യത്തിൽ ഇതുവരെ ഒന്നും കണ്ടില്ല. ഞാൻ തുണികളെടുക്കാനും ഇതിനൊക്കെ പോയി ഇവരെ ഞാൻ ഡിവൈനെ ഏൽപ്പിച്ചു. ഡിവൈനാകുമ്പോൾ അത് പറഞ്ഞു കൊടുക്കാനും എടുക്കാനും അറിയാം. മുകളിലായിരുന്നു അതിൻ്റെ പണി. അങ്ങനെ ഡോൺ വന്നു. ഇവർ മാപ്രാണം പെരുന്നാൾക്ക് പോവാണ്. അപ്പോൾ ഇന്നും ഞാൻ ഉച്ചയ്ക്ക് ഒന്ന് കിടന്നുറങ്ങിയിട്ടാ, സുഖമായിട്ട് കിടന്നുറങ്ങി. മരുന്നുകളുടെ ഞാൻ തോന്നുന്നുണ്ട്, കിടക്കണതേ എനിക്ക് ഓർമ്മയുള്ളൂ. അങ്ങനെ ഇവർ മാപ്രാണം പെരുന്നാൾക്ക് പോവുക. ചാക്കോച്ചൻ ഞങ്ങളുടെ കൂടെ. അങ്ങനെ ചാക്കോച്ചൻ കുറച്ച് നേരം ഇതിവിടെ കിടന്ന് കളിയും ചിരിയും ബഹളമൊക്കെ ആയിട്ട് നിന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ മൂപ്പർക്ക് ഒരു വാശി വന്നു. അപ്പോൾ ശരിക്കും ഞാനും ഡാഡിയും പേടിച്ചു. പക്ഷേ വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഒരു ബഹളവും ഒരു കരച്ചിലും കഴിഞ്ഞിട്ട് പിന്നെ അവനത് നിർത്തിയിട്ടോ. അപ്പോൾ പിന്നെ ഈ ചിരിയാണ്, ഫുൾ ടൈം ഈ ചിരിയാണ്. അവനെങ്ങനെയാണെന്ന് വെച്ചാൽ അവൻ്റെ അടുത്തിരുന്ന് വർത്താനം പറയണം. വർത്താനം പറയാണ്ട് അവനെ ശ്രദ്ധിക്കണില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പം മൂപ്പര് കരയും. അങ്ങനെയാണ്. അപ്പോൾ ഫുൾ ടൈം ഡാഡിയുടെ കൂടെ കേട്ടോ. അപ്പോൾ എന്നോട് അങ്ങനെ അധികം ക്ലാവിന് എടുക്കായിക്കുമെന്ന് പറഞ്ഞ കാരണം ഞാൻ അങ്ങനെ അങ്ങോട്ട് എടുക്കണില്ല. ഞാനിങ്ങനെ ഇതുപോലെ അടുത്തിരുന്ന് കളിപ്പിക്കുമ്പോഴത്തെ ചിരിയാണ് കേട്ടോ. അതിൻ്റെ പാട്ടൊക്കെ പാടിക്കൊടുത്താൽ ഭയങ്കര ഇഷ്ടമാണ് മൂപ്പർക്ക്. അപ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാ ദിവസവും കുറേശ്ശെ നേരം അപ്പാപ്പൻ്റെ അമ്മമ്മയുടെയും കൂടി എൻ്റെ മോനുള്ളത് കേട്ടോ. അങ്ങനെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവരൊക്കെ പോയതിന് ശേഷം ഞാൻ വിചാരിച്ചു നമ്മൾ ഉച്ചയ്ക്ക് എടുത്ത് വെച്ച ചാറ് കണ്ടില്ലേ, കുത്തു പൊറോട്ട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കാരണം കൊത്തു പൊറോട്ട കേട്ടോ, ഞാൻ തെറ്റി എപ്പോഴും പറയും. അപ്പോൾ ഇത് ഇന്നലെ വാങ്ങിച്ച പൊറോട്ടയിൽ 2 എണ്ണം ബാക്കിയുണ്ടായിരുന്നു. ഇന്നലെയാണാവോ തലേ ദിവസമാണാവോ 2 എണ്ണം ബാക്കി. അപ്പോൾ ഞാനത് ആ ബട്ടർ പേപ്പറിൽ തന്നെ വെച്ച് ഒരു കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിലേക്ക് വെക്കും കേട്ടോ. അപ്പോൾ അതങ്ങനെ തന്നെ ഇരിക്കും. എന്നിട്ട് ഞാനത് ഇന്നലെ തന്നെ അത് കട്ട് ചെയ്ത് പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സബോളയും പച്ചമുളകും പിന്നെ ഒരു തക്കാളിയും കൂടി നല്ലോണം വഴറ്റി അതിൽ 2 മുട്ടയിട്ട് കുറച്ച് മസാലപ്പൊടി ഇട്ട് ഇതൊന്ന് ചൂടാക്കിയെടുത്തു. മറ്റേ പൊറോട്ട വെട്ടി കഷ്ണാക്കിയിട്ടുള്ളത് ഒന്ന് ചൂടാക്കിയെടുത്തു. അതും അതിലിട്ട് നല്ലോണം ഒന്ന് മുട്ട അടിച്ചു ഞാൻ പറഞ്ഞല്ലോ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കഴിക്കാനും ടേസ്റ്റാണ്. പക്ഷേ ഇങ്ങനെ ഇറച്ചിയുടെ ഗ്രേവി, ചിക്കൻ്റെയോ ബീഫിൻ്റെയോ എന്തിൻ്റെയാണെന്ന് വെച്ചാൽ ഗ്രേവി ഒഴിച്ച്, ചിക്കൻ പീസുകൾ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ പൊടിച്ചിടാം. ഇന്ന് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇത് മാത്രമേ ചെയ്തുള്ളൂ. ഇട്ടിട്ട് കുറച്ച് മല്ലിയല്ലയും വെതറി അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ ഭയങ്കര ടേസ്റ്റ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ എപ്പോഴോ ഇത് എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല തോന്നുന്നുണ്ട്, തല തിരിഞ്ഞിട്ടാണ് കിടക്കണേ, ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ മല്ലിയല്ലയും കൂടി ഇട്ട് കഴിഞ്ഞ് ഞങ്ങളത് 2 പേർക്കും കൂടിയിട്ട് അതൊരു പാത്രത്തിൽ സെർവ് ചെയ്തു. അപ്പോൾ ആ ഇതിൽ തന്നെ ഒന്ന് കുതിർന്നു കേട്ടോ. നമ്മൾ ആ ചാറൊഴിച്ചല്ലോ, ചാറൊഴിച്ചതിൽ മസാലയെല്ലാം കൂടിയിട്ട് നല്ലോണം കുതിർന്നു. ഞങ്ങൾക്ക് 2 പേർക്കും ഒരേ പ്ലേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 2 പേരും അതും കഴിച്ചു. ചായയും കൂടി കുടിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വയറ് ഡമ്മായി. പിന്നെ പണിയുള്ളത് എൻ്റെ മക്കളുടെ കാര്യമാണ്, പട്ടികളുടെ കാര്യം. അപ്പോൾ അവരുടെ ഇറച്ചി ഞാൻ ഓൾറെഡി ഉച്ച കഴിയുമ്പോൾ എടുത്ത് പുറത്ത് വയ്ക്കും. അപ്പോൾ പിന്നെ വെള്ളത്തിലിടേണ്ടി ഒന്നും വരാറില്ല. അങ്ങനെ തന്നെ അവരുടെ ഇറച്ചിയും വേവിച്ച് അവർക്കും നേരത്തെ ഫുഡ് കൊടുത്തു കേട്ടോ.
അങ്ങനെ ആ വേവിക്കണ നേരം കൊണ്ട് ഞാനിവിടെ ഇരുന്നിട്ട് ഞാനും ഡാഡിയും കൂടിയിട്ട് കഴിച്ചു. അപ്പോഴേക്കും നമ്മുടെ ചാക്കോച്ചൻ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് കഴിയുന്നതോട് കൂടിയിട്ട് ഞാൻ പതുക്കെ അപ്പുറത്ത് പോയിട്ട് പട്ടിയുടെ ഇറച്ചി അവർക്ക് ഉള്ളത് നേരത്തോടെ കൊടുത്തു. അപ്പോൾ ഇന്ന് അടുക്കള ശരിക്കും പറഞ്ഞാൽ 9:30 ആകുമ്പോഴേക്കും ഫുൾ പണികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് നേരെ ഓർണമെൻറ്റ്സിൻ്റെ അവിടേക്ക് ഇരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കുറേ പേര് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുമുണ്ട്. റൂബിയുടെ ഈ ലവ് വളയും മാലയും ഇത് തന്നെ വൈറ്റ് ഉണ്ട്. ഇതുപോലെ തന്നെ നല്ലൊരു പാറ്റേൺ വളയാണ് കേട്ടോ, റൂബിയുടെ സ്റ്റോൺസ് തന്നെ. അപ്പോൾ ഈ സ്റ്റോൺസ് തന്നെ കൊച്ച് സ്റ്റഡും വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് സെറ്റായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇത് ഈ പറഞ്ഞ പോലെ ഡയമണ്ടിൻ്റെ ഫിനിഷിംഗ് ആണ്. ഇത് ശരിക്കും വളയാണ് കേട്ടോ, മറ്റേ സ്പ്ലിറ്റ് ബാംഗ്ലോ ക്ലിപ്പൊന്നുമല്ല, സാധാരണ വളയാണ്. പക്ഷേ ഇങ്ങനെ ഒറ്റ ഇതുപോലെ ബ്രേസ്ലെറ്റും അല്ല എന്ന വള. ഈ വളയ്ക്ക് എന്താ പറയാമെന്ന് എനിക്കറിയില്ല കേട്ടോ. റൂബിയും വൈറ്റുമാണ്, AD സ്റ്റോൺസാണ് ഫുള്ള്. നല്ല ഭംഗിയുള്ളൊരു വളയാണ് ഇത്. ഇങ്ങനത്തെ ഡിസൈൻ, ഇതിൻ്റെ തന്നെ വേറെ ഡിസൈൻ. ഇത് ഫുൾ റൂബി മാത്രമാണ്. അങ്ങനെ ഇങ്ങനത്തെ ഒരു 5-6 പാറ്റേൺ ഉണ്ട് കേട്ടോ. ഇത് ഒരു ഇടയ്ക്ക് വന്നിട്ട് കണ്ടമാനം പേരെൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് നല്ല റിവ്യൂ ആയിരുന്നു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായ ഒരു സാധനമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതും അതെ, റൂബി ജെയ്ഡ് നല്ല സ്റ്റോൺസാണത്. ഇത് ഈ പറഞ്ഞുള്ള ഈ മറ്റേ ഇതിൻ്റെ തന്നെ ജിമിക്കിയും സ്റ്റഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുമായിട്ട് വരുമ്പോൾ അതിനും ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഈ പറഞ്ഞ പോലെ ചിലവരുടെ കയ്യിലൊക്കെ ഇപ്പോഴും ഉണ്ടാവും. ഇത് വൈറ്റ്, അപ്പോൾ ഇതിൽ വൈറ്റ് ഉണ്ട്, റൂബി ഉണ്ട്, ഗ്രീൻ, ബ്ലാക്ക്, ബ്ലൂ, അങ്ങനെ ഒരു 5-6 കളറുണ്ട് കേട്ടോ. ഇങ്ങനെ ലവ്, ഈ സ്പ്ലിറ്റ് ബാംഗിളും കമ്മലും കൂടിയിട്ടുള്ളത് ഒക്കെ സെപ്പറേറ്റ് ആണ്. ഞാനതിങ്ങനെ സെറ്റാക്കി കാണിക്കണമെന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഇതൊക്കെയാണ് ഇന്നത്തെ കുറച്ച് സാധനങ്ങൾ എനിക്ക് പാക്ക് ചെയ്യാനുണ്ടായിരുന്നത്. ഇത് വലിയ ലവും ചെറിയ ലവും ഇത് ഓൾറെഡി കഴിഞ്ഞു. ഇത് ലാസ്റ്റ് പീസാണ് കേട്ടോ. ചെറിയ പീസുണ്ട്, വലുത് ഓൾറെഡി കഴിഞ്ഞു. പിന്നെ ഈ പറഞ്ഞ പോലെ പുതിയ ഐറ്റംസ് വരുമ്പോൾ പഴയത് ഒക്കെ കഴിയണമല്ലോ. അപ്പോൾ പക്ഷേ ചിലവരെങ്ങനെയാണെന്ന് വെച്ചാൽ ചോദിക്കുമ്പോൾ ഞാൻ ഉണ്ട് എന്ന് പറയും, അടുത്ത നിമിഷം ആ സാധനം കഴിഞ്ഞിട്ടുണ്ടോ. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് വേണമെന്ന് തോന്നിയ സാധനത്തിന് അപ്പം തന്നെ പേ ചെയ്ത് ഓർഡർ പ്ലേസ് ചെയ്തില്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് വരുമ്പോൾ അയ്യോ ഞാൻ ആൻറ്റിയോട് ഇന്നലെ ഞാൻ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അപ്പാപ്പ ചോദിച്ച് പേ ചെയ്തവർക്ക് അപ്പാപ്പ നമ്മൾ കൊടുക്കണമല്ലോ. അതുകൊണ്ടാണ്. അല്ലാണ്ട് ആരോടും ഞാൻ ഇങ്ങനെ എന്താ പറയുക സ്പെഷ്യലായിട്ട് നീക്കി വെക്കണമെന്നല്ല. 1-2 ഓർഡർ എനിക്ക് അങ്ങനെ പറഞ്ഞിട്ട് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയണത് കേട്ടോ. കാരണം എനിക്കിത് വേണമെന്ന് പറയും, പക്ഷെ അവർ പേ ചെയ്യില്ല. പിറ്റേ ദിവസം വേറെ ആരെങ്കിലും തലേ ദിവസം ആരെങ്കിലും വിളിക്കുമ്പോൾ നമ്മളതെടുത്ത് കൊടുക്കുമ്പോഴാണ് പിറ്റേ ദിവസം പറയുക അയ്യോ ആൻറ്റിയോട് ഞാൻ ഇന്നലെ ഞാനത് വേണമെന്ന് പറഞ്ഞതല്ലേ എന്ന് പറയുക. അങ്ങനെ ഇതേ നമ്മുടെ ചാക്കോച്ചൻ സുഖമായിട്ട് ഉറങ്ങി. സമയം 10:30 ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്നിട്ട് ബോറടിച്ചു തുടങ്ങി. ഇനി വിശക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരേ കട്ടൻ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ രാത്രി കഴിക്കുമ്പോൾ ഈ റോസ്റ്റിയാണ് കഴിക്കാറ്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് സാധാരണ വെക്കണ പോലെ തന്നെ ചെറിയ ലൈറ്റായിട്ട് ഒരു ചായ വെച്ചു. അത് കഴിഞ്ഞ് നമ്മുടെ ഷുഗർ ഫ്രീ. അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പോൾ രാത്രിയിൽ ഒരേ കട്ടൻ കുടിച്ചിട്ട് ഞങ്ങൾ വിചാരിച്ചു ഇനി കിടന്ന് ഉറങ്ങുകയല്ല, ഞങ്ങളുടെ ബാക്കി കാര്യങ്ങൾ തീർക്കാമെന്ന് വിചാരിച്ചു. കാരണം അവർ വന്നിട്ട് എടുക്കുമ്പോൾ ഇനിയും ലേറ്റാവും. അങ്ങനെ ഇന്നത്തെ ദിവസം നല്ല രീതിയിൽ അങ്ങോട്ട് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഡിമ്പിൾ കഴിഞ്ഞ പ്രാവശ്യം കുറേ പേരിപ്പോൾ പറഞ്ഞു ഡിമ്പിളുടെ മറ്റേ ഡെലിവറി സ്റ്റോറിയിൽ ഡേ ഇൻ മൈ ലൈഫിൽ ഈ നട കാണിച്ചപ്പോൾ വെൽവെറ്റ് മേലങ്കി തിളങ്ങണമെന്ന് പറഞ്ഞു. സത്യത്തിൽ അത് കുറേ ശരിയാണ്, കുറേ അല്ല ശരിയാണ്. നമ്മളുടെ ഒരു വിശ്വാസമാണോ എന്താണോ എന്നറിയില്ല. നമ്മളത് സൂക്ഷിച്ച് നോക്കുമ്പോൾ കാണാം അതിൻ്റെ കണ്ടു വെൽവെറ്റിൻ്റെ ആ മേലങ്കിക്ക് ഒരു ചെറിയൊരു തിളക്കം വരും. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും പകൽ എന്തെങ്കിലും നമ്മൾ തെറ്റായിട്ട് എന്തെങ്കിലും പറയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ രാത്രി ശരിക്ക് ക്രിസ്തുരാജൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ ദേഷ്യപ്പെടുന്ന പോലെ, അല്ലെങ്കിൽ എന്താ പറയുക നീ എന്തിനാ അത് ചെയ്തു എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്ന പോലെ ഒരു നോട്ടം നോക്കും. ശരിക്കും അത് കാണുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് പിറ്റേ ദിവസം ഒരു തെറ്റും ചെയ്യാൻ തോന്നില്ല. അപ്പോൾ അത്രയും നല്ലൊരു ഞങ്ങൾക്കൊക്കെ ഭയങ്കര വിശ്വാസമുള്ളൊരു രൂപമാണ് ഇത് കേട്ടോ ക്രിസ്തുരാജൻ്റെ. അങ്ങനെ ഇന്നത്തെ ദിവസം ഏറ്റവും ഭംഗിയായിട്ട് കഴിഞ്ഞു. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം കേട്ടോ. അതുവരേക്ക് ബൈ.